ഇത്രമാത്രം ഗംഭീരമായ ഒരു പടിയിറക്കം രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു മുഖ്യമന്ത്രിക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. താൻ ഇറങ്ങില്ല, താൻ തോറ്റിട്ടില്ല, എന്നെ ആരും തോൽപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് 2 ദിവസങ്ങൾക്ക് മുൻപ് വരെ ആ മുഖ്യമന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങിക്കിടന്ന മമതയെ കഴിഞ്ഞ ദിവസം ഒരു ഔദ്യോഗിക ഉത്തരവിലൂടെ ഗവർണർ പുറത്താക്കി. എന്തായാലും പശ്ചിമ ബംഗാളിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന് ഇന്ന് തീരുമാനിക്കാൻ ഒരുങ്ങുകയാണ് BJP. നിയമസഭാ പാർട്ടി യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കും എന്നാണ് പാർട്ടി അറിയിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാനത്ത് ഇന്ന് ഉച്ചകഴിഞ്ഞ് എത്തും. ന്യൂ ടൗണിൽ വിജയിച്ച BJPയുടെ നിയുക്ത MLA-മാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അവിടെ ചർച്ചകൾ നടക്കും. ഈ ചർച്ചകളിലൂടെയായിരിക്കും നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുക. BJP ഭരണകക്ഷിയാകും എന്നതിനാൽ നിയമസഭാ കക്ഷി നേതാവ് മുഖ്യമന്ത്രിയായിരിക്കും. അമിത്ഷാ കൊൽക്കത്തയിൽ ഭാവി MLA-മാരെ കാണും. മുഖ്യമന്ത്രിയുടെ പേര് തീരുമാനിക്കും. അതിനുശേഷം നാളെ തന്നെ ശനിയാഴ്ച തന്നെ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യും. ബുധനാഴ്ച രാത്രി BJP നേതാവ് സുവേന്ദു അധികാരിയുടെ സഹായി ചന്ദ്രനാഥ് രഥ് വെടിയേറ്റ് മരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കാർ ഡ്രൈവർക്കും വെടിയേറ്റ് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ 294 നിയമസഭാ സീറ്റുകളിലേക്കും കഴിഞ്ഞ മാസം 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടന്നത്. 15 വർഷമായി അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് 80 സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ. പ്രതിപക്ഷമായ BJP 207 സീറ്റുകളിൽ വൻ വിജയം നേടി. തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാതെ കലാപക്കൊടി ഉയർത്തിയ മുഖ്യമന്ത്രി മമത സ്ഥാനത്ത് നിന്ന് രാജിവെക്കില്ല എന്നാണ് പറഞ്ഞത്. മമത രാജിവെക്കാൻ വിസമ്മതിച്ചതിനാൽ ഔദ്യോഗികമായി രാജിവെക്കുന്നതിന് മുൻപ് കഴിഞ്ഞ ദിവസം നിയമസഭ പിരിച്ചുവിട്ടു. ഭരണം നഷ്ടപ്പെട്ടു എങ്കിലും താൻ തളരാതെ പോരാടും എന്ന പ്രഖ്യാപനമാണ് മമത പറയുന്നത്. ഞാനിപ്പോൾ ഒരു സ്വതന്ത്ര പക്ഷിയാണ്. ഒരിക്കൽ തെരുവിലായിരുന്നു എന്റെ ജീവിതം, അവിടേക്ക് തന്നെ ഞാൻ മടങ്ങും എന്നാണ് തോൽവിക്ക് പിന്നാലെ മമതയുടെ പ്രതികരണം. ഇടതുമുന്നണിയുടെ 34 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ തന്നെ സഹായിച്ച സ്ട്രീറ്റ് ഫൈറ്റർ എന്ന പഴയ പ്രതിപക്ഷ നേതാവിന്റെ റോളിലേക്ക് മടങ്ങിപ്പോകാനാണ് മമത ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. നിലവിൽ നിയമസഭയിൽ സീറ്റുകൾ 80ലേക്ക് ചുരുങ്ങി എങ്കിലും ലോക്സഭയിലും രാജ്യസഭയിലുമുള്ള അംഗബലം ഉപയോഗിച്ച് കേന്ദ്രത്തിനെതിരെ മമതയുടെ പോരാട്ടം പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.